ഏ ഏ ഞങ്ങൾ എയർപോർട്ടിൽ പോവാ. വിമാനത്താവളത്തിൽ എയർപോർട്ടിലോ? ആ. അവിടെ ആരാ? എൽസിയും അളിയനും കൂടെ വരുമല്ലേ? എൽസി അളിയനുമേ അവിടെയുണ്ടോ? ആ, അവരിങ്ങ് വരുന്നുണ്ട്. ആരാ? എൽസിയോ? ആ. അവർ പഠിക്കുവാണോ? ഇല്ല, അവരെ കൂട്ടാൻ പോവാ. അവർ പ്രവീയുടെ അടുത്തുനിന്ന് വരുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന്. കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. ആ, കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ഇവരെയൊക്കെ കൊണ്ടാക്കിയെന്നെ എന്നാ ചെയ്യാൻ? അന്തോ ഇല്ലാതെ ആ. ആദ്യം കൊണ്ട് നോക്കാൻ അന്വേഷിക്കാനുണ്ടോ? ആരെയാ? പിള്ളേരെ. ആ, പിള്ളേരെ ഇപ്പോൾ അവർ നോക്കണം. പിള്ളേരെ അപ്പനും അമ്മയും തന്നെ നോക്കണം. അവരിങ്ങ് പോകുന്നില്ലേ? ആരാ നോക്കാൻ? അവിടെ ഉണ്ടോ? ആ, അവിടെ വേറെ ആരുമില്ല നോക്കാൻ. അവർ തന്നെ നോക്കണമെന്നേ. ഇവരിങ്ങ് പോകുന്നില്ലേ? നോക്കോ? ആ, അവർ തന്നെ നോക്കണം. അല്ല, പിന്നെ ആരാ നോക്കണം? ഇവരിങ്ങ് പോകുന്നു. ഇനിയിപ്പോൾ ഇവർ തിരിച്ച് പോവുമായിരിക്കും ചിലപ്പോൾ. രക്ഷയൊക്കെ അവർ തന്നെ കൊടുക്കുവാണോ? ആ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. ഇനി എന്താ വന്നെ? ഞങ്ങൾ ഉച്ചയാകുമ്പോൾ വരും. ഉച്ചയാകുമ്പോഴത്തേനും വരും. പിള്ളേരെ കൊണ്ടാണോ വന്നെ? ഏ? പിള്ളേരെ കൊണ്ടാണോ? ആ, പിള്ളേരെ കൊണ്ടാണ് വരുന്നത്. പിള്ളേരല്ല, എൽസിയും അളിയനും. അമ്മ പോണുണ്ടോ? ഞാനും പോകും. അപ്പോൾ ഞാനും വിവാനും കൂടെയാണ് പെങ്ങളെ അളിയനെയും കൂട്ടാനായിട്ട് പോകുന്നത്. പിള്ളേരെ കൊണ്ട് പോയാൽ മതി. ഇപ്പം പോയാൽ മതിയോ? വണ്ടിയല്ലേ? ഇതാരാ? അത് കൊടുത്ത അവരുടെ പിള്ളേരെ പപ്പ. ആ, നീ തോറ്റു പോയി. പിള്ളേരുടെ പപ്പ അമ്മ ഉദ്ദേശിച്ച വിവീനയുടെ കാര്യം അതാണ്ടാ അമ്മ ഉദ്ദേശിക്കുന്നത്. ആ, പിള്ളേരെ പപ്പ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരെ. അതുകൊണ്ട് ആ പപ്പായാണ് നിങ്ങളെന്നോ രീതിയിലാണ് സംസാരിച്ചത്. അത് തന്നെ. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പോയച്ചു വരാം. അവരെ കൂട്ടിക്കൊണ്ട് വരാം. ആ, അമ്മ അതിന് പറയരുത് എൽസി ചേച്ചിയാന്നൊന്നും കേട്ടോ. അമ്മ പറയോ നോക്കട്ടെ. നേരത്തെ കാണുമ്പോ എപ്പോഴും പറയാറുണ്ട് എൽസിയാന്ന്. ഇപ്പൊ അവളെ ഷേപ്പൊക്കെ മാറിയേക്കുന്നുണ്ടെങ്കിൽ അറിയത്തില്ല, നോക്കാം. പറയോ ഇല്ലയോ? രാവുചേട്ടാനെ പോലും കണ്ടിട്ട് ഇന്നലെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ അവളുടെ ഷേപ്പൊക്കെ ഇച്ചിരി മാറിയേക്കുന്നുണ്ടേ. ഒട്ടും അറിയാൻ സാധ്യത. അമ്മേനെ വിളിച്ചൊന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം പിടി കിട്ടും. ആ, അതറിയാം. നോക്കാം. അതുകൊണ്ട് പറയരുത് എൽസിയാന്നൊന്നും കേട്ടോ. എൽസിയോട് പറയരുതെന്ന് പറയണം. ആ, പോയിട്ട് പോരാ. അവനെ കൂടെ കൊണ്ടുപോക്കോ. അവൻ നോക്കിയിരിക്ക. ജാക്കുവാ? നീ പോണുണ്ടോടാ? അവൻ റെഡിയാ പോരാ. ഇല്ലടാ, പേടിച്ചു തുറ. ടാറ്റ ടാറ്റ. ആ, നമ്മൾ സാധാരണ എയർപോർട്ട് പോയിക്കൊണ്ടിരുന്നത് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ മൂവാറ്റുപുഴ വഴിയായിരുന്നു. അവിടെയെല്ലാം എപ്പോഴും ഭയങ്കര റോഡ് ബ്ലോക്കാണ്. മൂവാറ്റുപുഴ വഴിപണി നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന പോലെ എറണാകുളം വഴിയാണ് പോകുന്നത്, കാഞ്ഞിരമറ്റം വഴി. ഇത് മുളന്തുരുത്തി റെയിൽവേയുടെ പുതിയ മേൽപ്പാലമാണ്. പണ്ട് എറണാകുളം റൂട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഈ പാലത്തെ വന്ന് റെയിൽവേ ട്രാക്കിൽ വന്ന് ബ്ലോക്കായി പോകുമായിരുന്നു, ഗേറ്റ് അടച്ചു കിടക്കുമ്പോഴത്തേന്. എന്തായാലും ഈ പാലം ഒന്ന് പണിത് പൂർത്തിയാക്കിയതോടുകൂടി അങ്ങോട്ടുള്ള തിരക്ക് കുറഞ്ഞു. തിരുവാങ്കുളം മുതൽ തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിൻ്റെ അടുത്തായിട്ടെത്തി. അവിടെയും ഭയങ്കര ബ്ലോക്കാണ്. അപ്പുറത്തേക്ക് തിരിയാനായിട്ടുള്ള ബ്ലോക്കാണോ എന്താണോ, ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ എല്ലാവരും വണ്ടിയായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന തൃപ്പൂണിത്തറ ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ മുൻവശത്തായിട്ടാണ്. ഗേറ്റാണ് കാണുന്നത്. ഇതുവഴി നേരെ മുന്നോട്ട് പോകണം. അവിടെ നിന്ന് വേണം തിരിഞ്ഞു പോകാനായിട്ട്. പിന്നെ നമുക്ക് എറണാകുളം റൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഒത്തിരി കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റും. മറ്റുള്ള റൂട്ടിൽ പോകുന്നേക്കാളും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. അതൊരു രസകരമായ അനുഭവമാണ്. വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ ഈ റൂട്ട് യാത്ര ചെയ്യുന്നുള്ളൂ, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പുതിയ അപ്ഡേഷനുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ബ്ലോക്കാണ്. ഈ കുരുക്കഴിച്ചൊന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം. ബാക്കിയൊക്കെ സമാധാനമുണ്ട്.
അപ്പം നമ്മൾ ഒരു വിധത്തിൽ ഉന്തിത്തള്ളി കാക്കനാട്ടിൽ നിന്ന് ഹൈവേ കയറി കഴിഞ്ഞപ്പോഴത്തേനും റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. മുകളിൽ കൂടെ പോകുന്നത് നമ്മുടെ മെട്രോ ട്രെയിനാണ് കേട്ടോ. ഉണ്ട്, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ചെറിയ റോഡ് വഴിയാണ് മുഴുവൻ തിരക്ക്. പോരെങ്കിൽ ഇപ്പോൾ കാക്കനാട് ഭാഗത്ത് മെട്രോയുടെ പണിയും കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് മിക്കവാറും മൊത്തം തിരക്കാകാനാണ് സാധ്യത. അങ്ങനെ നമ്മൾ തിക്കിലും തിരക്കിലും ഇടയിലൂടെ എയർപോർട്ടിൻ്റെ പ്രവാസന കവാടത്തെങ്കിൽ വന്ന് തിരിയുകയാണ്. ഇനി അങ്ങോട്ട് സുഗമമായിട്ട് പോകാം. എയർപോർട്ടിൻ്റെ ഇവിടം വരെ ഒന്ന് കടന്നു കിട്ടുക എന്നുള്ളതാണ് ചടങ്ങ് പിടിച്ച ഒരു പരിപാടി. റോഡ് മുഴുവൻ ഭയങ്കര ബ്ലോക്കാണ്. എന്തോരം സമയമാണ് പോകുന്നത്. എയർപോർട്ട് റോഡിലൂടെയുള്ള യാത്ര എന്നാലും സുഖകരമാണ്. സൈഡൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് അവർ. വലിയ തിരക്കുമില്ല, വലിയ വണ്ടിയുടെ ശല്യങ്ങളുമില്ല. രണ്ട് സൈഡിലോട്ടുള്ള വഴി ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടുന്ന് കാലടിക്കുള്ള വഴിയും ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് സൈഡിൽ കൂടെയും തിരിഞ്ഞ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ, റോട്ടിലൊന്നും ഒരു തിരക്കുമില്ല. പിന്നെ ലോകത്തിലെ ആദ്യത്തെ സോളാർ പാനൽ കൊണ്ട് വർക്ക് ചെയ്യുന്ന വിമാനത്താവളം നമ്മുടേതാണ് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. സോളാർ പാടങ്ങളിങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനൽ 1 ഇവർ വരുന്നത്. അവിടെ അവർ വന്നിട്ട് കുറേ നേരമായി. നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം എത്തിച്ചേരാൻ താമസിച്ചുകൊണ്ടാണ്. അരമണിക്കൂറോളം അവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം റോട്ടി മുഴുവൻ ബ്ലോക്കാണല്ലോ. ഫ്ലൈറ്റൊക്കെ ഏകദേശം കൃത്യസമയത്ത് തന്നെ ലാൻഡ് ചെയ്യില്ലോ. അപ്പം നമ്മൾ എയർപോർട്ടിനുള്ളിലെത്തി. നമ്മുടെ ഇൻ്റർനാഷണൽ വിമാനത്താവളമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് സെക്ഷനിലോട്ട് കയറി. അവിടെ അവരിപ്പുറത്താണ് നിന്നിരുന്നത്. അങ്ങേ സൈഡിൽ നിർത്തത്തില്ലായിരുന്നു, അവർ ഇപ്പുറത്താണ് നിന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് അവരെ കയറ്റാൻ പോകുന്നത്. സമയം ഒത്തിരി പോയി, എങ്കിലും കുഴപ്പമില്ലാതെ ആളെ കണ്ടെത്താൻ പറ്റി. കയറിയല്ലേ? ഓക്കെ. എന്നാ പറഞ്ഞു? ആരാ? റോഡ് ബ്ലോക്ക്. കാലിൽ നീര് വെച്ച് യാത്രയില്ല. ഇതാണ് വെള്ളത്തിന്റെ ആയിരിക്കും. അത് ഈ കാലാവസ്ഥ മകളായി. പിന്നെ ആരാ? ഓമന പുത്രിയോ? എത്ര നാളായി കണ്ടിട്ട്? 5-8 മാസമായില്ല. മോള് എവിടെയായിരുന്നു? ഞാൻ ഓസ്ട്രേലിയക്ക് പോയില്ലേ.
അയ്യോ അവിടെയായിരുന്നോ? എത്ര നാളായി? 8 മാസമായി. ഈ ഒന്നൊരാൾ കാലാവസ്ഥയൊക്കെ പിടിച്ചോ? ആ കുഴപ്പമില്ലായിരുന്നു. തണുപ്പിച്ചിട്ട് കൂടുതലാണ്. ഇപ്പോഴും എങ്ങനെയാ ഇതാ കാലാവസ്ഥ ഭക്ഷണമൊക്കെ? ഭക്ഷണമൊന്നും കുഴപ്പമില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം. നമ്മളും ഉണ്ടാക്കിയത്. ആ അതിന്റെ ഭാഗത്തിലെല്ലാം ചെയ്താൽ മതി. ആ നമ്മള് ചെയ്ത് കൊടുക്കുമല്ലേ. അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കണോ? അമ്മയും ചാച്ചനൊക്കെ പോയില്ലേ? പോയോ? കിടക്കുമായിരുന്നു അമ്മച്ചി. അമ്മച്ചിക്കൊന്നും മേടിച്ചോണ്ട് വന്നില്ല. അങ്ങനെ ഒരുപാടായില്ലേ വളരെ? പിന്നെ വരണം മേടിക്കാൻ കേട്ടോ. ഇനി വരുമ്പോ മേടിച്ചോണ്ട് വരാന്ന്. ഒന്നും മേടിച്ചില്ല. ഞങ്ങൾ ഈ വണ്ടിക്ക് ഇങ്ങനെ പോകുന്നോണ്ട്. ഇപ്പൊ ഓട്ടമൊന്നും വേണ്ട. ഇതൊക്കെ സമാധാനമുണ്ട്. യാതൊരു കുഴപ്പവും ഈശോ വറ്റായിരുന്നാ വൈകുന്നുള്ള പ്രാർത്ഥനയാണ്. ഓട്ടം വരാനായിട്ട് ഈ ഭൂമി നടക്കുകയും കാണുകയും ചെയ്യണം. അപ്പോൾ ഈശോയുടെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുന്നില്ലേ? അതൊക്കെ മക്കള് ചെയ്യാൻ ഞങ്ങൾ എല്ലാരും ചെയ്യുന്നുണ്ട്. ഈശോ അനുവദിക്കുമെന്ന് ഞാൻ പറയുന്നു എന്ന് പ്രാർത്ഥിക്കും. ആവിയാണോ? ചൂടാണോ? ചൂടാണോ? ചൂടോ? ഇല്ല മോളെ, ചൂടൊന്നും ഇല്ലേ? ചൂടില്ലാതെ ആയി ഒത്തിരി. ആണോ? നല്ല വെയിലല്ലേ? മഴ പെയ്തല്ലേ? വെയില് ഭയങ്കര. പക്ഷെ അതുകൊണ്ടല്ല, നമുക്ക് പൊക്കത്തില്ല. ആ ചൂടാ നമുക്ക് സഹിക്കാൻ പറ്റാത്ത. വലിയ ടൂറൊക്കെ ആയിരുന്നല്ലോ. അതേ കൊച്ചാ അറിയല്ലേ? വിവാനല്ലേ? അറിയാലോ. അതല്ലേ ബെന്നി. ബെന്നി അറിയല്ലേ? നീ അറിയോ? പിന്നെ 19 അവിടെ കിട്ടിയവരല്ലേ? എന്റെ കെട്ടിയാനല്ലേ? ആണോ? അവിടെ ഒറ്റയടിക്ക് മനസ്സിലായി. എന്നെ മനസ്സിലായി. അറിയാവായല്ലോ. റെസ്റ്റോറന്റ് അങ്ങനെ രണ്ടുപേരും കൂടെ അല്ലേ വന്നേ? രണ്ടുപേരും കൂടെ. ജോമോൻ കൊണ്ടുവരാൻ വന്നല്ലേ ഞങ്ങളുടെ എയർപോർട്ടിൽ. ആണോ? രാവിലെ പറഞ്ഞിട്ടല്ല പോയെ? എയർപോർട്ടിൽ എവിടെയാ? ഞങ്ങൾ ഓസ്ട്രേലിയ പ്രവീണിന്റെ അടുത്തായിരുന്നു, കൊച്ചിന്റെ അടുത്തായിരുന്നു. അവിടുന്ന് 5-8 മാസം കഴിഞ്ഞിട്ട് നിന്ന് പോകുന്നതാ. ഇപ്പൊ അവിടെയാണ് ജീവിക്കുന്ന അവിടെ ആയിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നു. സ്ഥലം മാറ്റി ഇങ്ങോട്ട് പോന്നു. കാലാവസ്ഥക്ക് മാറ്റം വരുമല്ലോ. അതേന്നെ, അവിടെ നല്ല കാലാവസ്ഥ. ഇവിടെ പ്രായത്തിനനുസരിച്ചൊക്കെ ജീവിച്ചില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ ചെയ്താലും ഏക്കുമല്ലേ ശരീരത്തിന്. അതെ ശരിയാ. മുടിയെല്ലാം പോയി. അവിടെ മുടിയെല്ലാം പോയി. അതളിയും വെച്ചിട്ട് പോയല്ലേ? കളിയും ഇങ്ങനെ ഒരു ഇതിനകത്താക്കി എനിക്കത് പേപ്പറിലും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സണ്ണി ചേട്ടനായി. അളിയനെ മറന്നു പോയി കേട്ടോ. മറന്നുപോയോ? നമ്മളൊക്കെ എന്നൊക്കെ മറന്നുപോയോന്നോ? വല്ലപ്പോഴും കാണണോ? ഒരു വർഷത്തിൽ ഒന്നൊക്കെ പോയി കണ്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ? ഇപ്പൊ ഞങ്ങള് അങ്ങനെ പോയിട്ടല്ലേ വരാഞ്ഞത്. അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ മോളും ഇങ്ങനെ പോയത് കൊണ്ട് പിന്നെ പോണം. എങ്ങനെ പോകാനാ? എങ്ങോട്ടാ പോണം? ആരുടെ എങ്ങോട്ടാ പോണം? അതെ, അന്തം ബന്ധം ഇല്ലാതെ വല്ലതിൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ട് ഒടുവിൽ നമുക്ക് എന്തെല്ലാം കേൾക്കേണ്ടി വരും. പിന്നെയല്ലേ അതിപ്പോ അതിനൊന്നും പോകണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് പിന്നെ നമ്മൾ തന്നെ എല്ലാം അടച്ചു പൊട്ടി കൂടുകയും ചെയ്യും. ഞങ്ങൾക്കിപ്പം പ്രത്യേകിച്ച് പണി വല്ലതും ഉണ്ടോ? ഒരു പണിയില്ല. ഇല്ല. കാലൊക്കെ നീരാകണം. കാലെല്ലാം നീര് വെച്ചു. വണ്ടിയെ ഇരുന്ന ഉണ്ടോ? വണ്ടിയല്ലേ പ്ലെയിനായിട്ട് ഇരുന്നതിന്റെ അങ്ങനെ ഉണ്ടാവോ? ഉണ്ടോ? കാലിങ്ങനെ തൂക്കിയിട്ടേക്കല്ലേ. ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് കുളിച്ചിട്ട് വേദനയുണ്ടോ? വേദന ഒരു പുകച്ചില് പോലെ. അത് വീങ്ങലുണ്ടാകുന്നതിന്റെ അസ്ഥിക്കെല്ലാം വേദന കാണും. ജോയിന്റിനൊക്കെ വേദന ഉണ്ട്. തീർന്നോ മോളെ? എന്നാ ജോലി? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അടുക്കളപ്പണിയല്ലേ. ഇപ്പൊ അടുക്കളപ്പണിയാണ്.
മറ്റേലെല്ലാം തീർന്നു പഴയ ജോലിയില്ലായിരുന്നല്ലോ എനിക്ക്. ഒക്കെ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ആവുന്നില്ല. ആർക്ക്? പല കൂട്ടമുണ്ടായിരുന്നു. ആ അതാ എന്നാണ് പറഞ്ഞ് പല കൂട്ടം അവർക്ക് ജോലി ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ കുറെ പണി ഉണ്ടായിരുന്നു. കൂടുതലുള്ള ഇല്ലെങ്കിലും വീട്ടില് പണിയുണ്ട്. ന്യായമായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കുകയും പിള്ളേരൊക്കെ സുഖമായിരിക്കണം. ആ പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കൊച്ചിന് പനിയാണ്. എത്ര പേരുണ്ട് മോളെ? 2 പേരല്ല, പ്രവീനും അപ്പുവിനും. അപ്പു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. ആ ആ ആ, അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് കൂടി ആ ഈസ്റ്റർ അവിടെ ഘോഷിച്ചു. വലുതായോ? പിന്നെ അപ്പൊ വലുതായി. ആ പെണ്ണ് കെട്ടിയോ? പെണ്ണ് കെട്ടിയില്ല, പഠിക്കുമല്ലേ. പഠിക്കുക. നേഴ്സിംഗ് പഠിക്കും. ജോലിയുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, 5-8 വർഷമായില്ലേ. ആ അവന് പോയപ്പം കണ്ടതല്ലേ. ഇവിടെ വന്നപ്പോ ഒന്നും ഇല്ലായിരുന്നല്ലോ അവര്. കല്യാണം കൂടിയില്ല. കല്യാണം കൂടിയില്ല. നിങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോ അവരതിനും കുഞ്ഞല്ല. ആ അന്നേരം അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൂടെ, അതുകൊണ്ട് അവൻ അങ്ങോട്ട് വന്നു. അങ്ങനെ കണ്ട് കേട്ട് നിങ്ങളെ കാണാൻ വേണ്ടിട്ട്. പ്രവിക്ക് 2 പിള്ളേരായി കേട്ടോ. പ്രവിക്ക് 2 പിള്ളേരായി. പ്രവിക്ക് പ്രവീണില്ലേ, ഉണ്ണിക്കുട്ടൻ 2 പിള്ളേര്. തന്നെ മറന്നുപോയോ? ഞാനത് ഓർക്കണില്ല. ആ അമ്മച്ചി അവള് സ്ഥിരം വിളിക്കുകയും കൂടുതൽ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യാത്തോണ്ട് അമ്മച്ചി ഒത്തിരി നോക്കിയതല്ലേ. പിന്നെ ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ അവര് ഒരു കൊച്ച് ഗർഭിണിയായിട്ടിരിക്കുന്നു. ഗർഭിണിയായിട്ടിരിക്കുക 2ാമത്തത്. ആര്? അവന്റെ വൈഫേ, മോള്. അമ്മാവന്റെ അല്ല, പ്രവീന്റെ ഭാര്യ. ആ ജോലിയുണ്ടോ? ആ അവള് നേഴ്സാ. അവന് നേഴ്സാണ്. അവൻ നേഴ്സല്ല, അവനിപ്പം കൊച്ചിനെയൊക്കെ നോക്കണ്ടേ, അതുകൊണ്ട് ജോലി ഇടയ്ക്കൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഗവൺമെന്റ് അല്ല, അവിടെ ചെറിയൊരു ജോലിയൊക്കെ നോക്കുന്നു. ഓഫീസിലായി. ആ എന്തെങ്കിലും കാശ് കിട്ടിയാൽ മതി, അതെ. ജീവിച്ചാൽ മതി. അല്ലാതെ നമ്മൾ പിന്നെ ജാന്തോ ഇല്ല എന്തോ ഇല്ലാതെ വല്ലതിലേക്ക് നടന്നാൽ വല്ലതും കിട്ടുമോ? രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കണോ? അമ്മേന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ. ആണോ? എങ്ങനെയാണ്? അവർക്ക് എന്നെ പ്രായം ഉണ്ടായിരുന്നു. അവർക്ക് 71 വയസ്സില് ചാച്ചൻ മരിച്ചു. 71. അമ്മ 80 വയസ്സില് നേരത്തെ പോയി. അമ്മ അവസാനം മരിച്ചേ. പഴയ കാരണന്മാരല്ലേ, അവർക്ക് ഒരുപാട് അലച്ചിലുള്ളതാണ്. അതുകൊണ്ട് ആരോഗ്യം തീരെ കുറവായിരുന്നു. അതുകൊണ്ട് അവർക്ക് 40 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പറ്റിയല്ലാത്ത രീതിയായിരുന്നു. പഴയ ആൾക്കാർ അത്രയെങ്കിലും ചെയ്യാൻ, മറ്റുള്ളവരൊന്നും ഒന്നും നമ്മൾ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന അതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് അവരും ചെയ്യും. അങ്ങനെയായിരുന്നു. അല്ലാതെ അവരൊന്നും വെറുതെ ഒരു സമയത്ത് ഇരിക്കുകയല്ല. അത് ശരിയാ. അതേന്നെ അളിയനോട് ഫയൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അത് ബെന്നി മനസ്സിലായില്ലേ? എന്താ കണ്ടതല്ലേ? എന്താ കണ്ടില്ലേ? ബെന്നി മുമ്പാ നമ്മൾ കണ്ടതല്ലേ? എന്റെ കെട്ടിയോനാണ് അത്. മലങ്ങാട്ടുപള്ളിയില്ലേ, പാലക്കാട്ട് മല. പള്ളിയില്ലേ, പാലക്കാട്ട് മലയില്. പാലക്കാട്ട് മല. പിന്നെ എന്നെ സുഖമൊക്കെയാണോ? പിന്നെ ഇന്നുവരെ കുഴപ്പമില്ല. ജോലിക്ക് പോണില്ല. ഇല്ലേ? അതിന് എങ്ങനെ കറങ്ങി നടക്കുവാ? കടുപ്പായോ? ഞാൻ ഇത്ര നാൾ ജോലി ചെയ്തില്ലേ. എത്ര വർഷം ചെയ്ത്? കുറെ വർഷമായില്ലേ. എത്ര 30-32 വർഷം ജോലി ചെയ്തു. അതുകൊണ്ട് വല്ലതും ആയോ? അതെ, നീ പറ്റുമെങ്കിൽ പോണം. പൈസയുടെ ചെലവ് കിടക്കണമല്ലാതെ ഉള്ളൂ. നീ എന്നാ പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പറ്റുമോ? പൈസയുടെ ചെലവിന് മാറ്റം വരുമോ? ഇനി ചെലവിനൊന്നുമില്ല. കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇനി ഇങ്ങോട്ട് കിട്ടാനേ ഉള്ളൂ. പെണ്ണുങ്ങളെ പെൺപിള്ളേരെ കെട്ടിക്കാനൊന്നുമില്ല. 2 ആൺപിള്ളേരല്ലേ ഉള്ളൂ. കെട്ടിക്കാനില്ലേ? ഇല്ലെന്നേ, 2 ആൺപിള്ളേരല്ലേ ഉള്ളൂ. കെട്ടിക്കാനില്ലെങ്കിൽ ഉള്ളവരും അവരുടെ മക്കളെ നോക്കണം. മക്കളെയൊക്കെ നോക്കണം. അല്ലാതെ എങ്ങനെയാണ്? അതിന് പൈസ വേണ്ടല്ലോ. കെട്ടിക്കാനുണ്ടോ? അവരുണ്ടാക്കിക്കോളും പൈസ. ഭയങ്കര ബുദ്ധിമുട്ടാ അല്ല അമ്മച്ചി.
പുറത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പൈസ ഉണ്ടാക്കിക്കോളും. കഷ്ടപ്പാട് ഇനിയിപ്പോ 60 വയസ്സായില്ലേ, ഇനിയിപ്പം ഒത്തിരി കഷ്ടപ്പെടുമൊന്നും വേണ്ട. പൈസ അത് കഴിഞ്ഞു. 10,000 ഇത് കൊടുക്കാൻ തോന്നുന്നല്ലേ, അപേക്ഷ കൊടുക്കാൻ തോന്നുന്നു. എത്ര 65? 65 അല്ല 60 കഴിഞ്ഞവർക്ക് 10,000 കേന്ദ്ര ഗവൺമെന്റിന്റെ അത് കിട്ടുമൊന്നുമില്ല. എനിക്കറിയത്തില്ല. നമ്മളെ കുടുംബത്തിന് ഇവിടെ അന്വേഷണം വരും. എവിടെയാണ് താമസം? ഞങ്ങള് ചുമ്മാ അവരെ പിള്ളേരുടെ അടുത്ത് പോയെന്നേ ഉള്ളു. പിള്ളേരുടെ അടുത്ത് അവിടെ പോയിട്ട് വന്നതാ. ആണോ? പിള്ളേരെ നോക്കണം. പിള്ളേരെ ഇപ്പൊ ആരും നോക്കാനില്ല. എന്നാ ചെയ്യണം? ഇപ്പൊ എന്നാ ചെയ്യുന്ന അറിയത്തില്ല. നിങ്ങൾ നോക്കണം. അല്ലാതെ എല്ലാ പ്രത്യേക ആള് നിർത്തണം. ആൾക്കാരെ അവിടെ നിർത്തത്തില്ല. നിർത്തിയാലും ഗുണമില്ല. അതൊക്കെ നമ്മള് നമ്മുടെ ആൾക്കാരെ മാത്രമേ അവിടെ കേട്ടു. അവിടെ നശിപ്പിച്ച് കളയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ. ഒന്നിനും കൊള്ളിയല്ല, ഒന്നും വേണ്ടതൊന്നും ചെയ്യുകയില്ല, കൊടുക്കുകയില്ല. അതേന്നെ, പൊരിക്കാതെ വാക്കാതെ പൊരിക്കാതെ ശരിയാവും. ഒന്നും കൊടുക്കാതെ അവര് നോക്കും. ചായ കുടിച്ചില്ലേ? ഇല്ലേ, ആയി വരുന്നല്ലേ. രാത്രി ഒത്തിരി രാത്രി ആയല്ലേ കിടക്കുന്നത്. ആണോ? അയ്യോ, ഇവിടെ ഒന്നും വാങ്ങിക്കുന്നത് ചായ കുടിക്കാം. ചായ കുടിക്കാം. അവള് വിളിച്ചു. ചെരുപ്പുണ്ട്. എവിടെയാ താമസം? മരങ്ങാട്ടുള്ളി. തിരിച്ചു വന്നു. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അവിടെ ഇവിടുത്തെ കാലാവസ്ഥയല്ലേ. ഉച്ച സമയത്താ. അല്ല, അവിടെ ഭയങ്കര ബ്ലോക്കാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴും ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ പോയപ്പോഴും അതിലും ബ്ലോക്ക്. ഇവാന് ഗ്യാസ് കയറി ഛർദ്ദിക്കാൻ വരുന്നു. വെള്ളം ഉണ്ടാക്കണം. ഗ്രീൻ പീസ് വന്നിട്ടാണ് ഞാനും ഗ്രീൻ പീസ് കഴിക്കുന്നത്. ഞാനത് പറഞ്ഞു. അല്ല, അത് യാത്ര ചെയ്യാൻ ചെന്നിട്ടാണ്. യാത്ര ചെയ്യാൻ കുത്തിയിരുന്ന് പോയിട്ടാണ്. പിന്നെ എടുക്കണം. ചായ കുടിക്കും. എനിക്ക് വേണ്ട മോളെ. മോള് കുറച്ചെടുത്തോ. ശകലം ഉള്ളു. കുടിച്ചോ, ഒരു ഗ്ലാസ് ഉണ്ട്, അത് കുടിച്ചോ. ചൂടാട്ടോ. ചൂട് കുടിക്കല്ലോ. ഇല്ലല്ലേ, അറിയിക്കണം. ഭയങ്കര ചൂടാ. ചൂടില്ല, അമ്മക്ക് ചൂട് കൂടുതലല്ലേ. ചോട്ട് പറയുന്ന പോലെ ഊതി കുടിക്കുക. ചോട്ടുകുട്ടി പറയുന്ന പോലെ ഊതി കുടിക്കാൻ. ചൂടാണെങ്കിൽ പറയാം ഊതി കുടിക്കാം. ഇത് നമ്മുടെ കുഞ്ഞുവാവ ചൂടാണെങ്കിൽ എല്ലാരോടും പറയും ഊതാൻ. അവിടുത്തെ ഓസ്ട്രേലിയ ഇരിക്കുന്ന ടൈപ്പ് ഉണ്ട്. അവന് 2.5 വയസ്സ് കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ എറണാകുളത്തിലാണെങ്കിൽ ചെറിയ കമ്പനി ഡാമേജ് പെയിന്റ് പോകുന്നത് 10-20 രൂപ. മൂത്ത വെച്ച് കമ്പനി വാറണ്ടി തന്നെ സെയിം. പാക്ക് ചെയ്തൊക്കെ വരുമ്പോൾ ഇറങ്ങി പോകുന്നു. ചെറിയ അത് ചിലതറിയാനില്ല. പിന്നെ അവിടെ കാലം പെയിന്റ് പോകുന്നത് അത്രയുള്ള കേസൊക്കെ. തുണിക്കകത്ത് എന്തെങ്കിലും ഡാമേജ് അല്ല, നേരിട്ട് പൈസ കൊടുക്കാൻ ചിലപ്പോൾ അത് വേണ്ടെന്ന് മാറിയില്ല. കമ്പനിക്കാർ തന്നെ കൊടുക്കും. അപ്പൊ കമ്പനിക്കാരുടെ തന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് സെയിം. നല്ല പൈസ ലാഭം. എനിക്കുണ്ട് ഇവിടെ. എനിക്കുണ്ടെന്നേ. ഭയങ്കര ചൂടാ. അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. അമ്മ ചൂടാറിയിട്ടേ കുടിക്കുള്ളൂ. തരാം കേട്ടോ. പോവാണോ? പോരുന്നുണ്ടോ? പോവാണോ? വീട്ടിലോട്ട് പോകണം. അല്ല, മകളുടെ കൂടെ പോവാണോ? പോരുന്നുണ്ടോ? അവിടെ കൂടെ ഞാൻ പോകുന്നു. ഒരാഴ്ച പോയി നിന്നോ? വീട്ടിലോട്ട് പോകണം. അമ്മയെ പൊക്കോ കൂടെ. അമ്മയെ കൂടെ പൊക്കോ. പോരുന്നോ? നമുക്ക് പോവാം. കേട്ടോ, മരങ്ങാട്ടുള്ളിക്ക്. പാലക്കാട്ട് നീ വേണ്ട. അവിടെയാണോ നീ നല്ല പ്രായത്തിൽ വരികയല്ല. ഒരു 10 ദിവസം പോയിക്കൊണ്ട് വന്നിരുന്നു. കാലാവസ്ഥ ഒക്കെ എനിക്ക് പിടിക്കുകയല്ലായിരിക്കുന്നത്. കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാ. 25.
കുത്തി 32 25 അപ്പൊ മറ്റേ 40 ഉള്ളൂ. വീട്ടിൽ പോയാൽ ഇതിന് അത് പല വില ഇതിന് പല ടൈപ്പ് ഉണ്ടെന്നേ. ഇവിടെ മറ്റേ പഴയത് ഇടയില്ല. ഒത്തിരി ആയതല്ലേ. അവിടെ 17-18 വർഷം ഇവന് പിന്നെ പ്രായ ഇത്രയെങ്കിലും ഇവാന്റെ പ്രായം അടിയിലാണോ? അല്ലല്ല അവിടെയൊക്കെ അടിയില്ല. അടിയിലുണ്ട്, അതിലുള്ളതുണ്ട്. അടിയിലുള്ള ഉണ്ടായിരുന്നു. അത്ര പോയില്ല ശ്രദ്ധ. അടിയിലുള്ളായിരുന്നല്ലോ. ഇവരെ 3 പേരെ ഏൽപ്പിച്ചു. ആവശ്യമുള്ള സാധനം എനിക്ക് തെറി കേൾക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കി ഇഷ്ടമുള്ള സാധനം എടുത്തോണം പറയും. പിന്നെ പറയരുത്. അല്ല പിന്നെ നമ്മളെടുത്താൽ മൊത്തം കുഴപ്പമെന്ന് പറയും. അതുകൊണ്ട് ഇവരെ ഏൽപ്പിച്ച് ഇവരെടുത്ത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പെട്ടെന്ന് കാലം മാറും. ആദ്യം സമ്മതിച്ചാലും അതുകൊണ്ട് 2 എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരു അറിയത്തില്ല. ഇത് മൊബൈലിൽ ഇത് ചെയ്യാവുന്ന അതിൻ്റെ ആപ്പ് ചെയ്താൽ എവിടെ വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനത്തെ സംവിധാനമുണ്ട്. സാധനം മാത്രം മേടിക്കാതിരുന്നാൽ മതി. പണ്ട് ഗോദ്രേജ് അല്ലായിരുന്നോ? ഞങ്ങളാ മേടിച്ചിട്ട് ഗോദ്രേജ് അതിന് സാധനം മേടിക്കണമെങ്കിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അവരോട് സർവീസിങ് മോശം. അമ്മമാര് വരത്തുമില്ല. ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്ന പിള്ളേരില്ല. ഗോദ്രേജിന്റെ സർവീസിങ് മോശം. അത് കേടാവല്ലോ ചെയ്തോ? നാളെ കംപ്ലൈന്റ് ഉണ്ടാകും. ആണോ? പക്ഷെ ഞങ്ങളുടെ ആ പഴയ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്തോ പറ്റി. ഒരു കറണ്ടിന്റെ സപ്ലൈയുടെ ഒരു വിഷയം. എത്ര ഇടി വെട്ടിയത് അവിടെ? 150 രൂപ എത്രയാണല്ലോ. അത് സാംസങ്. സാംസങ് എൽ ജി ഒന്നും കുഴപ്പമില്ല. എൽ ജിയും കുഴപ്പമില്ല. വാഷിംഗ് മെഷീൻ പറ്റിയാലോ കേട്ടോ, ഭയങ്കര കളിപ്പി. നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പൈസ കളഞ്ഞു. സാംസങ് ഇവിടുത്തെ എല്ലാ സാംസങ് ഫ്രണ്ടിലോട് ഒരിക്കലും മേടിച്ചേക്കരുത്. പല സ്ഥലത്തും വില കുറഞ്ഞ് കൊടുക്കുന്നു. ഉണ്ട്. അത് ഈ ചെറിയ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. അത് എത്ര വർഷമായി? ഡെയിലി പണിയല്ലേ ഈ സാധനം? ഓസ്ട്രേലിയ ഇരിക്കുന്നത് ഫ്രണ്ടിലോടാ മൊത്തം 2-3 ഒക്കെ അവരെ വീട്ടിൽ ഇരിക്കുന്നത്. എവിടെ ടോപ്പ്? ടോപ്പൊന്നുമല്ല. അവിടെ 2 ഉണ്ട് ചേച്ചി. അവിടെ 2 ഉണ്ട്. ബാക്കി റെജിഡങ്ങൊക്കെ ഇരിക്കുന്ന ഫ്രണ്ടിലോട് തന്നെയാണ്. ഫ്രണ്ടിലോട് നല്ലതാണ്, പക്ഷെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് ഫിറ്റിങ് എങ്ങനെയാണ്? മറ്റേത് അടിയിൽ നിന്നാണ് ഇറങ്ങുന്നത്, സൈഡിൽ നിന്നാണ് ഇറങ്ങുന്നത്, ലോഡ് പിടിക്കുന്നത്. അതുകൊണ്ടാണ്. കപ്പിന് ചൂടുണ്ടെന്നേ ഉള്ളൂ. അത്ര ആർജിട്ടും ചൂടാ. ഊരി കുടിക്കും. അവൻ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ ഇവിടെ പരിക്കാത്ത എപ്പോഴും കുത്തിക്കിടന്ന വലിയ കാര്യമുണ്ടോ? ഇടയ്ക്ക് രോഗം സ്ഥലമൊക്കെ അത് കാണണ്ടേ? അതിൻ്റെയൊക്കെ കുഴപ്പമല്ലേ? അതെ നീ ഒന്ന് വരുക വള്ളം ഒഴിക്കും. നോക്കിയിരുന്നാൽ മതി. പശുവിനെ പോയി ഉമ്മ വെക്കും. അത്രേ ഉള്ളൂ. പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന സാധനം എല്ലാം ഒന്നും കാണിയല്ലോ അവിടെ. എല്ലാം മേടിച്ചോണ്ടോ മേടിച്ചോണ്ട് പോണ്ടേ? ഓൺലൈനിലൂടെ കമ്പനിയാ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് സ്ഥിരം ഉപയോഗം അല്ലേ? ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഫ്രണ്ടിലോടാകുമ്പോൾ ലോഡ് ഈ ബെറ്റിനൊക്കെ നമ്മൾ ഇട്ടിട്ട് അലക്കി ഇത് വാഷിംഗ് മെഷീൻ അടയ്ക്കുന്ന വലിയ കഥയൊന്നും ഇല്ലെന്ന്. അതായത് ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക് പറ്റുന്ന സാധനം, അല്ലാതെ വേർക്കുന്നവർക്ക് പറ്റിയില്ല. പിന്നെ വെക്കാൻ പാടല്ലേ? പകലോ 13 മണിക്കൂർ ഇരുന്നിട്ട് ഡൽഹിയിൽ നിന്നല്ലേ? അതിനാ
അതിപ്പോൾ ഷീപ്പിന് അത് അവിടെ അങ്ങനെ ചുമ്മാ ഇരുന്ന് പോയോണ്ടല്ലേ, വീട്ടിൽ പണിയൊന്നുമില്ല. അവിടെ എൻ്റെ കാലിൽ പനിയില്ല, നീരില്ല. അത് നീര് വെക്കുന്നേ, അത് ടോയ്ലറ്റ് എത്ര തൂക്കിട്ട് നീര് വെക്കും. വീട്ടിൽ നടന്ന് 2 ദിവസം കിടന്നാൽ നടക്കുന്ന സാധനം പോവും. കാല് ഇനി തൂക്കിയിട്ടിരിക്കാതെ നേരെ ഇപ്പൊ ദിവാങ്കോട്ടയിൽ ഇരിക്കും, നേരെ അങ്ങോട്ട് കാല് വെച്ചിട്ടിരിക്കും. മൊത്തം ഏർപ്പെട്ടതായിരുന്നു. അത് നടക്കുന്നില്ലെങ്കിൽ വരുന്നു. തണുപ്പുമില്ല, AC അല്ലായിരുന്നു. വൈറ്റ് ആയിരുന്നാ മിക്കവാറും എല്ലാവർക്കും തന്നെ നീര് വെക്കും കാല്. എനിക്ക് ബസ്സിലിരുന്ന കാല് നീര് വെക്കും. എനിക്ക് അങ്ങോട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ് കുറേ ദൂരം പോയി അതെ, കുത്തിയിരുന്ന് ഓടിക്കുന്നതിന് മാത്രം കുഴപ്പമില്ല, അല്ലാത്തവർക്ക് നീര് വെക്കും. അവനെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഉറക്കം ശരിയാകുന്നു. അതിന്റെ ക്ഷീണം. ഇപ്പോൾ ഉറക്കം ഒരാഴ്ച തന്നെ പാടായിരിക്കും. അതല്ല, പ്ലെയിനേ ഇരുന്നേ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടോ. എന്നാ ഒച്ചയാ. ബസ്സിലിരിക്കുന്ന സുഖം പ്ലെയിനായിരിക്കും. അല്ല, പ്ലെയിനെ വൈകിട്ട് വലിയ കുഴപ്പമില്ലല്ലോ, ഉറങ്ങാലോ. ഒരിക്കലും നിങ്ങളവിടെ വൈകിട്ട് കയറുതല്ലേ? അതെന്തായാലും യൂന്നുള്ള സ്വകാര്യം. ട്രെയിനിൽ പിന്നെ നല്ലതാ. ട്രെയിനേ ഇവിടെ ചില സമയത്ത് ഈ നമ്മുടെ ഈ എക്സോസ് ഫാൻ പോയില്ലേ, വലിയ വളരുന്നൊക്കെ അതിന്റെ സൗണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പുലകം അതാ മറ്റേ എയർ കട്ടർ പോലെ ചേർന്നുണ്ട്. ചാടി ചാടി കുലുങ്ങി കുലുങ്ങി പോണതല്ലേ. ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലേക്ക് ഏറ്റവും ബാക്കി പുറകിലാണോ? അയ്യോ, കുഴപ്പമില്ല, ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടോ ചന്തഭാഗത്ത് കിട്ടുന്ന കിട്ടി. പുറകിലും കൂടെ ഇറങ്ങാൻ പോകുന്നു. കിട്ടി, അത് കിട്ടി. അതെ 180 വരുന്നു. ആണോ? കൂട്ടുകാരുണ്ടായിരുന്നു നമുക്ക്. മുഴുവൻ ചിന്തിക്കാൻ ആ മെൽബണിൽ ഒറ്റ മലയാളി ഇല്ലേ? പേരന്റ് അത് ഈ സമയത്ത് മലയാളികൾ കുറവാന്നേ. മലയാളികൾ ആരെയും അവര് സിംഗപ്പൂര് കൂടി പോകും. അല്ല, സിംഗപ്പൂരല്ലേ ഇതിലേം വരുന്നവരുണ്ട്. മലേഷ്യ സിംഗപ്പൂർ കൂടിയാണ് അവർ വരുന്നത്. അതായത് ഇപ്പം എയർ ഇന്ത്യയില് സർവീസ് ഒക്കെ ചെല്ലാന്നും പറഞ്ഞായിരുന്നു. ആരും കയറിയല്ല. ഭക്ഷണം ഉണ്ടായിരുന്നോ? ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണം നല്ലതായിരുന്നോ? ഭക്ഷണം നല്ലതായിരുന്നോ? അന്ന് അങ്ങ് പോയെന്നല്ലോ ആയിരുന്നല്ലേ? കിട്ടുകയും ചെയ്യുന്നു. ആണോ? തെറ്റിദ്ധര വേണ്ട എന്നാലും അതെ. ഇത് 3 പ്രാവശ്യം തന്നു. ഇങ്ങനെ പോന്നപ്പോഴും ചായ ചില മിക്കവാറും ഇങ്ങനെ പോരുന്ന ഫ്ലൈറ്റിലെല്ലാം മോശം ഫുഡാണ്. ചെയ്യാൻ പറ്റും. ചില സാധനം നമുക്ക് പിടിക്കുക. അത് കൂടുതലും ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന സാധനമല്ലേ. പിന്നെ ഇങ്ങോട്ട് കൊച്ചിയിൽ പോകുന്നതിന് മറ്റേ ചപ്പാത്തി വെജിറ്റബിൾ കറിയല്ലേ, അത് നല്ല. ആ കറിയും പിന്നെ പിന്നെ യോക്കട്ടില്ലേ, യോക്കട്ട്. മോര്. അതുണ്ടായിരുന്നു. പിന്നെ വാട്ടറും പിന്നെ വെണ്ണ. ആ വലിയ കുഴപ്പമില്ല. ചായ 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 കറിയാണ് നല്ല കറിയാണ്. ആണോ? ചപ്പാത്തി ചൂട് കൈ കൊള്ളുന്നത് ചെറിയ ചെറിയ ചപ്പാത്തി മുറിച്ച് വെച്ചിട്ടുണ്ട്. ആണെന്നത് അതൊക്കെ ചെയ്യാൻ വീടെടുത്ത് കാണിച്ചു അറിയാൻ വീൽ ചെയർ എടുത്തന്നേ. അപ്പൊ ആ മുന്തി കൊണ്ടുപോകും. അല്ല നമ്മളെ ഡൽഹി എയർപോർട്ടൊക്കെ അത് ഈ കാലം വെച്ച് 6 ഇവര് നമ്മള് 32 കിലോമീറ്റർ, ഇവര് 56 കിലോമീറ്ററാ. 52 നമ്മള് നടന്ന അത്ര കൂടെ അവര് നടക്കേണ്ടത്. പക്ഷെ അറിയാറുണ്ട് നമ്മളെ ഈ വീൽ ചെയർ വേണമെന്ന് പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരും. അല്ലാത്തവർക്ക് അപ്പുറം ഇറങ്ങിപ്പോ അപ്പുറം ഇറങ്ങിപ്പോ നടന്നു ഓടൂല. അവിടെ ചേച്ചി മറന്നുപോയി. ചേച്ചിയുടെ മകളാണ്. ചേച്ചിയുടെ നാടാണ്. സാവചേട്ടൻ അറിഞ്ഞില്ല. സാവനെ മറന്നു. ചേട്ടന്റെ എന്റെ ചേട്ടനാന്ന് പറഞ്ഞു. എന്തോ ചേച്ചിയുടെ മകളാന്ന് പറഞ്ഞ് അടുത്തിരിപ്പുണ്ട്. ചേച്ചിയുടെ നാടാണോ? അമ്മയുടെ നാടല്ലേ? അമ്മയുടെ മകൾ എൽസി വന്നപ്പോഴേ അവിടെ പറഞ്ഞാണല്ലോ. വെള്ളം പോലെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. പിന്നെ ഇടയ്ക്ക് പിന്നെ വരാം കേട്ടോ. പിന്നെ പിന്നാണ് കടിയൊക്കെ ആയിട്ട് പോവാ. ഒന്ന് ഉറങ്ങി കഴിയുമ്പോ ശരിയാവും. വീട്ടിലേക്ക് പോവാ. അറിയാം 10 മണിയാവും. ഇവിടുന്നാ വന്നത്. അതെ. ഓസ്ട്രേലിയ സ്ഥലം. അവിടുന്നാണ്. അവിടെയാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുന്നൊന്നുമില്ല. ഇറങ്ങിയ ചുമ്മാ പോയതല്ലേ. അതൊക്കെ കണ്ടു കേട്ട് പോരണ്ടേ. ചുമ്മാ പോയിട്ടില്ല. അവിടെ നിലയൊന്നുമില്ലല്ലോ. വിലയൊന്നുമില്ല. അവർ വാടകയ്ക്ക. വാടകയ്ക്ക് സ്ഥലമുണ്ടോ? സ്ഥലമില്ല. വീടൊക്കെ കഴിഞ്ഞ് മേടിക്കണം. അങ്ങനെയാണ്. ഭയങ്കര പൈസയാണ്. ഇതുവരെ വീട് പണിയിച്ചിട്ടില്ലല്ലേ? അയ്യോ, പണിക്കണ 2 പേർക്കും ജോലിയൊക്കെ വേണ്ടേ. 2 പേരും ജോലി ചെയ്താലേ പൈസ ഉണ്ടാവൂ. അത്രേ ഉള്ളൂ. ഇത് അന്നത്തെ പഴയ കാലം പോലെയുള്ള അല്ലെന്നേ. പൈസ എമ്പടി വേണം. എമ്പടി വേണം. അതുപോലെ പണിക്കും
പണി അങ്ങനെയാ, അതെ. പണിക്കൂലി അത് ഉം. എല്ലാം. പണ്ടത്തെ കാലമൊന്നും അല്ല. പണ്ടത്തെ കാലത്തെ ലീലാമ്മ ചേച്ചിയുടെ മകൻ വീട് മേടിച്ചു പരിയാത്ത. ആ കറക്റ്റില് മറ്റേ കൊണ്ടക്കാലച്ഛൻ വിളിച്ചത്. പോയിന്നേ, അവരവിടെ ഉണ്ട്. എന്നാ പറ്റുക, ഏഹ് എന്നാ പറ്റുക. അല്ല, അവരവിടെ വീട് മേടിച്ചെന്ന് പറയായിരുന്നു. എന്നാ പോവാട്ടോ, പിന്നെ കാണാൻ വന്നേക്കാം. ഇനി എന്നാ വന്നെ? ഇനി വെള്ളിയാഴ്ച വന്നേക്കാം. പോയി ഒന്ന് ഫ്രഷ് ആകട്ടെ. എനിക്ക് വന്നല്ലോ അങ്ങോട്ട്. ഇപ്പം പറ്റിയല്ലോ, ആ ഇപ്പം വേണ്ട. ആരും ഇല്ലല്ലോ. ആ പലരും അവർക്കും പറ്റിയില്ല, അവരും മടുത്തു വന്നതാ. അവരിപ്പൊ നോക്കാൻ പറ്റിയല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ട്. നിന്റെ അടുക്കൽ ആരും അവിടെയുള്ള അവിടെ ആരും ഇല്ല ഇപ്പൊ. ഇല്ലേ? ഇത് കുടുംബത്ത് കുടുംബം ഇനിയിപ്പം അടച്ചിട്ടേക്കുമല്ലേ, ഇനിയിപ്പൊ എല്ലാം ചെന്ന് എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ആ ഉം. പെരയൊക്കെ എന്നാലും പണ്ടിട്ടുണ്ടോ? ആ പേരൊക്കെ പെണ്ണു. അത് അമ്മയപ്പനുണ്ടോ? അമ്മയപ്പനൊക്കെ മരിച്ചു പോയി. പോയിട്ട് വരട്ടോ, പിന്നെ വന്നേക്കാം. എന്നാ വരും. 2 ദിവസം കഴിയുമ്പോൾ വരും. അവരെ ഇന്ന് ഫ്രഷ് ആകട്ടെ, അവരൊന്ന് കാലാവസ്ഥയൊക്കെ ആയിട്ടൊന്ന് സെറ്റാകട്ടെ. നാട്ടിൽ വന്നപ്പോ സമാധാനമായിരിക്കും അല്ലേ? സമാധാനമല്ല, അവിടെ എന്നാ കുഴപ്പം? പിന്നെ ഈ മുടി പോകുന്നതിന്റെ ആ ഒരു വിഷമാ. വേറെ അവിടെ എന്നാ കുഴപ്പം? അവിടെ കുഴപ്പം പോയി ചായ എടുത്ത് കുടിച്ചോളാം. ഇല്ല, എങ്ങും പോണില്ല. ഇവര് പോവാ, ഞാനെങ്ങും പോകുന്നില്ല. അവരെ കൂട്ടിക്കൊണ്ട് വന്നല്ലേ. ഞാനെങ്ങും പോണില്ലെന്നേ. അത് അവര് പോകുന്ന. അവരുടെ വണ്ടി അത്. ആട്ടെ ആട്ടെ. അല്ലല്ല, നമ്മുടെ വണ്ടിയല്ല, അത് അവരുടെ വണ്ടിയല്ലേ. അത് എൽസിയുടെ വണ്ടിയല്ലേ. ആ അവരുണ്ട്. അവരങ്ങ പോവാം, മരങ്ങാട്ടോളിക്ക് പോവല്ലേ. അവർ പോയിട്ട് വരും. എൽസിയും പെന്നിയാന്നേ. അത് ഏതോ വേറെ എന്തോ ഉദ്ദേശത്തിൽ അമ്മയാ എന്റെ വത്സല പുത്രി ഓമനപുത്രിയാന്നൊക്കെ പറഞ്ഞത്. അമ്മയ്ക്കൊന്നും ശരിക്കും പിടികിട്ടിയില്ല. ഒന്നും കൂടെ തിരിച്ചു ചോദിക്കേണ്ടിയിരുന്നു ആരാന്ന്. അല്ലല്ല പറഞ്ഞു, കൃത്യം പറഞ്ഞു. എൽസിന്ന് പേര് പറഞ്ഞോ? കൃത്യം പറഞ്ഞു, എന്റെ മകളാന്നല്ലേ പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞു മറ്റേ എൽസിയാന്ന് പറയായിരുന്നു. അമ്മയുടെ മകളാന്ന് പറഞ്ഞ് നമ്മള് എടുത്ത് ചോദിക്കണം ആരാന്നിരിക്കും അമ്മ പറയും. പോയോണ്ടല്ലേ ഞാൻ എടുത്ത് ചോദിച്ചെന്നെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.